വേണ്ടി കുട്ടികൾ സാർവത്രികമായ നിലയ്ക്ക് അധികരിക്കുകയും വളരുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക മത പഠനശാല മദ്രസയായി മാറി. അങ്ങനെ അല്ലാഹുവിന്റെ ഖളാ എന്ന് പറയാം. 1909 സമസ്തയിലുണ്ടായ വിഭജനം അത് കാരണമായിട്ട് ഇവിടെ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ സുന്നി മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും വളരെ മെച്ചമായ രൂപത്തിൽ, വളരെ അന്തസ്സാർന്ന രൂപത്തിൽ കേരളത്തിലെന്നല്ല, കർണാടകയിലെന്നല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെന്നല്ല, ഗൾഫ് കൺട്രികളിലും അത് വളർന്ന് പടർന്ന് പന്തലിക്കുകയും വികസിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് 8864 മദ്രസകൾ പ്രവർത്തിച്ചു വരികയാണ്. അൽഹംദുലില്ലാഹ്, 30 വർഷത്തെ കൊണ്ട് ഇവിടെ ഉണ്ടായ വികസനം ആദർശത്തിൽ അടിയുറച്ച മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ ഒരു കാലത്ത് മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച അധ്വാനങ്ങൾ ചില്ലറയല്ല. ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടില്ല. മദ്രസ സമ്മേളനം നാടിനുടനീളം എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെയും നമുക്ക് മഹാനായ നൂറുൽ ഉലമയെ സ്മരിക്കാതെ ആ സമ്മേളനം പിരിയാൻ സാധിക്കുകയില്ല. കാരണം സമസ്ത വിഭജിക്കുന്നതിന്റെ മുമ്പ് തന്നെ മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പിയായ മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവർകൾ നടന്നുകൊണ്ട് അധ്വാനിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ, ഇന്നത്തെ പോലെ വാഹനത്തിന്റെ സൗകര്യങ്ങളില്ലാതെ മഹാനവർകൾ അതാ ആ കാലത്ത് അധ്വാനിച്ചു, പരിശ്രമിച്ചു എങ്കിൽ അവരുടെ ആത്മാർത്ഥതയുള്ള ആ അധ്വാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ബറകാത്തുകൾ ഈ പാദപ്പുണിയിലും ചുറ്റുപ്രദേശങ്ങളിലും ലോകത്തിന്റെ പലയിടങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ മദ്രസ പ്രസ്ഥാനത്തിൽ അതേ മദ്രസ സമ്മേളനം എന്നുള്ള ഒരു പദ്ധതി നമ്മുടെ മുമ്പിൽ നാം കേൾക്കുന്നു. ഈ സമ്മേളനത്തിൽ നാം ഇരിക്കുന്നു. അൽഹംദുലില്ലാഹ്, പല സമ്മേളനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉലമാ സമ്മേളനം എന്ന പേരിൽ, ഉമറ സമ്മേളനം എന്ന പേരിൽ, അതുപോലെ SYSന്റെ സമ്മേളനം, SSFന്റെ സമ്മേളനം, അതുപോലെ തന്നെ മർക്കസ് സമ്മേളനം, സാദിയ സമ്മേളനം, പല സമ്മേളനങ്ങളും നിങ്ങൾ പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ കേട്ടിട്ടുണ്ട്. ഈ മദ്രസ സമ്മേളനം എന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ മദ്രസ സമ്മേളനമാണ് വളരെ പ്രാമുഖ്യമുള്ള വിഷയം. വളരെ പ്രാധാന്യമായും ഇവിടെ നടക്കേണ്ടതും ലോകത്തുള്ള ജനത അതിലൂടെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതും അല്ലേ? ഉലമാ സമ്മേളനം നടക്കുന്നുണ്ട്, ഉമറ സമ്മേളനം നടക്കുന്നുണ്ട്, നടന്നു കഴിഞ്ഞു. ഈ ഉലമാക്കളും ഈ ഉമറാക്കളും എല്ലാം ഈ മദ്രസ പ്രസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ട് പുറത്തിറങ്ങിയവരാ. ആയതുകൊണ്ട് ഈ മദ്രസ സമ്മേളനം ഒരു പ്രമേയത്തോടു കൂടിയാണ് ഇവിടെ സമ്മേളനം നിശ്ചയിക്കുന്നത്. എന്താണ്? ധർമ്മ അളിയത് ജഗത്തു ഒളിയലി. അൽഹംദുലില്ലാഹ്, നല്ല ഒരു പ്രമേയം, നല്ല ഒരു സന്ദേശം. ധർമ്മം നശിക്കാതെ ലോകം അവശേഷിക്കണം. ധർമ്മം നശിക്കാൻ പാടില്ല. ഈ ഒരു പ്രമേയം വളരെ സൗഹാർദ്ദപരമായ പ്രമേയമാണ്. ഏത് മതസ്ഥർക്കും ഈ തുറന്ന വേദിയിലും സദസ്സുകളിലും സമ്മേളനങ്ങളിലും വന്നിരിക്കാനും അത് കേൾക്കാനും സാധിക്കും. ധർമ്മ അളിയത്, ധർമ്മം നശിക്കാതെ, ഇവിടെ ഇസ്ലാം ധർമ്മം നശിക്കാതെ ലോകം അവശേഷിക്കണമെന്നല്ല പറയുന്നത്. ധർമ്മം, ഇത് ഇന്ത്യ രാജ്യമാണ്. ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും ഏത് മതസ്ഥർക്കും മതമില്ലാത്തവർക്കും ജീവിക്കാനും അവർക്കുള്ള ആചാര കർമ്മങ്ങളൊക്കെയും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ട്.
എങ്കിൽ ഏതു മതത്തിലുമുള്ള സനാതന മൂല്യങ്ങളുണ്ട്, ഏത് ധർമ്മവും പഠിപ്പിക്കുന്ന സനാതന മൂല്യങ്ങളുണ്ട്, അത് ഈ ഇന്ത്യയിലുടനീളം നഷ്ടപ്പെട്ടു കൊണ്ടുപോവുകയാണ്. സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൊല്ല പാടില്ല എന്ന് എല്ലാ ധർമ്മവും എവിടെ പഠിപ്പിക്കുന്നു, വ്യഭിചാരം പാടില്ല എന്ന് എല്ലാ ധർമ്മവും ഇവിടെ പഠിപ്പിക്കുന്നു, അതുപോലെ കൊല പാടില്ല എന്ന് എല്ലാ ധർമ്മവും ഇവിടെ പഠിപ്പിക്കുന്നു, വഞ്ചന പാടില്ല എല്ലാ ധർമ്മവും പഠിപ്പിക്കുന്നു. പക്ഷേ ഇത്തരം അനാചാരങ്ങളൊക്കെയും ഓരോ ധർമ്മത്തിൽ നിന്നും നശിച്ചു കൊണ്ടുപോവുകയാണ്. ധർമ്മത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ആ ധർമ്മം അംഗീകരിക്കുന്നവരിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടുപോവുകയാണ്. അല്ലേ? ഏതെങ്കിലും ഒരു മതം നിരപരാധിയെ കൊല്ലണം എന്ന് ഏതെങ്കിലും ഒരു മതം പറയുമോ? ഇല്ല. അതുപോലെ തന്നെ കൊള്ള നടത്തണമെന്ന് ഏതെങ്കിലും ഒരു മതം പറയുമോ? ധർമ്മം പറയുമോ? ഇല്ല. കളവ് നടത്തണമെന്ന് പറയുമോ? ഇല്ല. വ്യഭിചാരം അനുവദാനം എന്ന് ഏതെങ്കിലും ഒരു ധർമ്മം പറയുമോ? ഇല്ല. ഈ മൂല്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു കൊണ്ടുപോകുമ്പോൾ ആണ് ഇവിടെ പലയിടങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും, കൊലയും കൊള്ളയും വ്യഭിചാരവും കള്ളും അതേപോലെ തന്നെ മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ധർമ്മത്തിന്റെ പേരിൽ ഇവിടെ ഭീകരതയുണ്ടാക്കിക്കൊണ്ട് സുബ്ഹാന ജല്ല ജലാലുഹു ആക്രമിക്കുകയാ. നമുക്കറിയാം, ഇസ്ലാമിനെ കുറിച്ച് നാം ശരിയായ നിലക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമോ മദ്രസ പ്രസ്ഥാനമോ ഒരിക്കലും ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് മദ്രസ പ്രസ്ഥാനം തീവ്രവാദം പഠിപ്പിക്കുക? ഇല്ല, ഇല്ല. മദ്രസയെ കുറിച്ച് പഠിക്കാനും അറിയാനും ലോക ജനത ഒന്ന് ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഇവിടെ മദ്രസ സമ്മേളനം വെക്കുന്നത്. മദ്രസയിൽ പഠിച്ച കുട്ടി ഒരിക്കലും അവിടുത്തെ ഉസ്താദിൽ നിന്ന് പൊരുത്തത്തോടുകൂടി, അതവോടുകൂടി, കുരുത്തത്തോടുകൂടി മദ്രസ വിട്ടുപോയ കുട്ടി ഈ നാട്ടിൽ ഭീകരതയുണ്ടാക്കൂല, തീവ്രതയുണ്ടാക്കൂല, മതദ്രോഹങ്ങളും മതവൈരാഗ്യങ്ങളും കോമുവാദങ്ങളും ഉണ്ടാക്കൂല. നിങ്ങൾ നോക്കൂ, മദ്രസ വന്നരായ നമ്മുടെ സുൽത്താനുൽ ഉലമ ഒരു സമയത്ത് ചാനൽകാരോട് പറഞ്ഞു, അതേ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, മദ്രസയിൽ ഒരിക്കലും ടെററിസം പഠിപ്പിക്കുന്നില്ല, തീവ്രതയോ ഭീകരതയോ പഠിപ്പിക്കുന്നില്ല. മദ്രസ പ്രസ്ഥാനം തുറന്നിട്ടതാണ്. ആർക്കും ഏത് സമയത്തും എവിടെയുള്ള മദ്രസകളിലും വന്ന് ഒന്ന് കേറി അന്വേഷിക്കാം. എങ്ങനെ മദ്രസയിൽ ഭീകരവാദം പഠിപ്പിക്കും? പിഞ്ചോമന കുട്ടി അതിരാവിലെ മദ്രസയിൽ വന്നുകൊണ്ട് അത് ഓതുന്ന ഒത്തുണ്ട്, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അതേ പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ടെങ്കിൽ ഒരു സൂറത്തിൽ ഒഴികെ മറ്റുള്ള 113 സൂറത്തുകളിലും തുടക്കത്തിൽ കാണുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, ആദ്യമായിട്ട് അല്ലാഹ്, ജലാലത്തിന്റെ ഇസ്മായ അല്ലാഹ്, ആ അല്ലാഹ് എന്നുള്ളതാണ് ലോകത്തുള്ള കോടാനക്കോടി മുഅ്മിനീങ്ങൾ ഏറ്റവും അധികം ഉച്ചരിക്കുന്ന വചനം, മൊഴിയുന്ന ശബ്ദം അല്ലാഹ്.
ആ നാമം കൊണ്ട് തുടങ്ങുന്നു, ശേഷം പറയുന്നു അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹ്. റഹ്മാൻ എന്നുള്ളതിൻ്റെ മഅന, അർത്ഥം ഈ ഭൂമി ലോകത്തെ മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാ മതസ്ഥർക്കും മതം ഇല്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഈ ദുനിയാവിൽ ഈ ഭൂമി ലോകത്തെ അതേ കാരുണ്യം ചെയ്യുന്നവൻ, അവന്റെ മഴയും വെയിലും അവന്റെ വായുവും അവന്റെ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുന്ന അവൻ ഇവിടെ ഭീകരത പഠിപ്പിക്കുന്നില്ലല്ലോ, അവൻ ഇവിടെ തീവ്രത പഠിപ്പിക്കുന്നില്ലല്ലോ, അവൻ ഇവിടെ കോമുവാദം പഠിപ്പിക്കുന്നില്ലല്ലോ. ആ അല്ലാഹു അയച്ച ദൂതനല്ലേ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ അജമി. മദീനയിലേക്ക് ചൊല്ലുക, ഈ മഹത്തായ സദസ്സിൽ നിന്ന് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റസൂലുള്ള റഹ്മത്തുല്ലിൽ ആലമീനായിട്ടാണ് ഇവിടെ വന്നത്. ലോകർക്ക് കാരുണ്യം, മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമെന്നല്ല, അല്ലെങ്കിൽ അതേ സുന്നികൾക്ക് കാരുണ്യമെന്നല്ല, ലോകത്തുള്ള സർവ മാനവികതക്ക് തന്നെ കാരുണ്യത്തിന്റെ കടലായി, കാരുണ്യത്തിന്റെ കേദാരമായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും. ചോദിക്കട്ടെ, ആ ഹബീബിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അതേ അറേബ്യൻ രാജ്യത്ത് നിന്ന്, മദീനയിൽ നിന്ന് കേരളക്കരയിലേക്ക് വന്ന പായക്കപ്പലിൽ വന്ന അതേ മാലിക് ദീനാറും സംഘവും കേരളക്കരയിൽ വന്നു. അവരിവിടെ വരുമ്പോ ഒരു മുസ്ലിമും ഇല്ലല്ലോ, അതേ മുസ്ലിം നാമധാരികളും ഇല്ലല്ലോ. അവർക്കിവിടെ പള്ളി നിർമ്മിക്കാനും വീട് നിർമ്മിക്കാനും മറ്റുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളാണല്ലോ. അന്ന് ഭീകരതയില്ലല്ലോ. ഈ നാട്ടിലുള്ളവർ വന്നവർ ഭീകരവാദികളാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ, വന്നവർ തീവ്രവാദികളാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. വന്ന ആ മഹത്തുക്കളായ സ്വഹാബാക്കളും ഈ നാട്ടുകാർ ഭീകരവാദികളാണെന്ന് അവരെ ചിന്തയിൽ പോയിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ഭീകരത വന്നു? ആ കാസർഗോഡിന്റെ ഒരു ഭാഗത്തല്ലേ ഈ അടുത്ത് സുബ്ഹാന ജല്ല ജലാലുഹു പള്ളിക്കകത്ത് വെച്ച് കൊടകുകാരനായ ഒരു യുവ പണ്ഡിതനെ പള്ളിയുടെ അകത്ത് വെച്ച് സുബ്ഹാനല്ലാഹ് മതത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ, കോമുവാദത്തിന്റെ പേരിൽ ആ അർദ്ധരാത്രിയിൽ നിശയുടെ നിശബ്ദതയിൽ ആ പണ്ഡിതനെ മാറി മാറി വെട്ടിക്കൊന്ന സംഭവം നടന്നത്. എവിടെ കാലം എവിടത്തേക്ക് മാറി? മാലിക് ദീനാർ ആ മഹത്തുക്കൾ വന്നിറങ്ങിയ കേരളത്തിലെ കാസർഗോഡ് ജില്ല വളരെ സൗഹാർദ്ദത്തോടുകൂടി, വളരെ യോജിപ്പോടുകൂടി, വളരെ ഒത്തൊരുമയോടുകൂടി മാനവികത അതേ നടമാടിയ കേരളത്തിൽ അടുത്ത കാലഘട്ടത്തിൽ അതേ ചെറിയ ഒരു യുവാവ് പോയി പള്ളിയിലെ ഉസ്താദിനെ കൊന്നു. എന്താണ് സംഭവിച്ചത്? ഇതിന്റെ പിന്നിൽ എന്താണ്? ഈ നഷ്ടത്തിലേക്ക് വലിച്ചിട്ടത് എന്താണ്? ലഹരിയാൻ, കള്ളാൻ, മയക്കമരുന്നാൻ, ഭംഗിയാൻ, കഞ്ചാവാ. സുബ്ഹാന ജല്ല ജലാലുഹു. മതദ്രോഹങ്ങളും ഭീകരതയും കോമുവാദങ്ങളും എല്ലാ അനാശ്വാസ പ്രവണതകളും എവിടെ വരുന്നത്? കല്ലുകൊണ്ടും കഞ്ചാവ് കൊണ്ടും ലഹരി പദാർത്ഥങ്ങളെ കൊണ്ടുമാണെന്നുള്ള കാര്യം എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ വളരെ ഗൗരവത്തോടുകൂടി നാം കണക്കിലെടുക്കേണ്ട വിഷയമാ.
ധർമ്മം നശിക്കരുത്. എങ്ങനെ ധർമ്മത്തിന് നാശം വരുന്നു? ധർമ്മത്തിന്റെ പേരിൽ അക്രമം നടക്കുന്നു, കൊല നടക്കുന്നു. എങ്ങനെ? കല്ല് അൽ ഖംറു മിഫ്താഹു കുല്ലി ശർറ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കല്ലാണ് എല്ലാ ശർറിന്റെ താക്കോല്. അത് വെള്ള തരത്തിലാവട്ടെ, പൊടിയാവട്ടെ, പുകയാവട്ടെ, ഏതു രൂപത്തിലാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഹറാം. മനുഷ്യന്റെ ബുദ്ധിക്ക് മസ്ത് ഉണ്ടാക്കുന്ന ഏതു വസ്തുവും ഹറാം. അതുകൊണ്ട് ഏത് ശർറിന്റെ വാതിലുകളെയും തുറക്കാൻ കഴിയും. പെങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കാരണവന്മാരെ, ചോദിക്കട്ടെ, ഉമ്മയും വാപ്പയോടുമുള്ള ബഹുമാനങ്ങൾ ഈ കല്ലുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്ക് ഉസ്താദമാരെയും പ്രായമുള്ളവരെയും ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അതേ, തൊട്ടടുത്ത നാടിലല്ലേ സംഭവിച്ചത്? പേര് പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ അവിടെ ഇരിക്കട്ടെ. മതത്തിന്റെ പേരിലുള്ള അക്രമം അവിടെ ഇരിക്കട്ടെ ഒരു സൈഡില്. നമ്മുടെ മതസ്ഥർ തന്നെ ഈ കഞ്ചാവിന്റെയും കള്ളിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും അടിമകളായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ദൗർജന്യങ്ങൾ എത്രയാണ്! സുബ്ഹാനല്ലാഹ്, യജമാനനായ റബ്ബിന് സുജൂദ് ചെയ്യുന്ന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തുപോയി ഒരു യുവാബ് കമ്പൗണ്ടിന്റെ പള്ളിയുടെ മുമ്പാകത്തുള്ള കമ്പൗണ്ടിൽ വെച്ച് അവന്റെ വാഹനത്തിലിരിക്കുമ്പോൾ 4-5 യുവാക്കൾ വന്നുകൊണ്ട് ആ യജമാനനായ റബ്ബിന്റെ പള്ളിയുടെ മുമ്പിൽ ഈ യുവാവിനെ അതാ വെട്ടിക്കൊല്ലുകയാണ്. ഒരു പാമ്പിനെ കൊല്ലും പോലെ മാറി മാറി വെട്ടിക്കൊല്ലുകയാണ്. ചോദിക്കട്ടെ, ഇത് അന്യധർമ്മക്കാരല്ല, ഇത് മതത്തിന്റെ പേരിൽ നടന്ന ദൗർജന്യമല്ല, അക്രമമല്ല. സുബ്ഹാനല്ലാഹ്, ഇത് കഞ്ചാവാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിന്റെ പിന്നിലുള്ളത് ലഹരി വസ്തുക്കളാണ്. പെങ്ങളെ, കാരണവന്മാര് ആയതുകൊണ്ട് ഈ മദ്രസ സമ്മേളനത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സന്ദേശം, അതേ ധർമ്മം ഇവിടെ അവശേഷിക്കണമെങ്കിൽ, ഇവിടെ കോമുവാദവും ഭീകരവാദവും ഇല്ലാതെ നമ്മുടെ മതം സുരക്ഷിതമാവണമെങ്കിൽ, മതം സംരക്ഷണമുള്ളതാവണമെങ്കിൽ, ഇവിടെ നമുക്ക് ജീവിക്കാൻ സുരക്ഷിതത്വം വേണമെങ്കിൽ, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇവിടെ ഉന്മൂലനം ചെയ്യണം, ഇവിടെ നില്ലാണ്ടാക്കണം. അല്ലേ? കള്ള് എന്നുള്ള വലിയ ഒരു മാരകമായ രോഗം ഈ തൊട്ടടുത്ത് കാസർഗോഡെത്തേണ്ടതിന്റെ മുമ്പേ ഉപ്പളത്ത് സംഭവിച്ച സംഭവം 4-5 ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന വിഷയമാ. എന്തേ? 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കീശയിൽ നിന്ന് അധ്യാപകൻ 6 പാക്കറ്റ് കഞ്ചാവ് പിടിച്ചെടുത്തു. 7ാം ക്ലാസ് പഠിക്കുന്ന കിടാവിന് എത്ര വയസ്സുണ്ടാവും? കണക്കൂട്ടി നോക്കില്ല. ഏറിപ്പോയെങ്കിൽ 12-13 വയസ്സല്ലേ? എങ്കിൽ ആ കുട്ടിയുടെ കീശയിൽ നിന്നാണ് 6 കഞ്ചാവിന്റെ പാക്കറ്റ് അധ്യാപകൻ പിടികൂടുന്നത്. ശക്തമായ നിലക്ക് അന്വേഷണം നടത്തി. പിന്നെയും 4-5 കുട്ടികൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരായിട്ട്, കഞ്ചാവിന്റെ അടിമകളായിട്ട് അതേ ക്ലാസ്സിൽ നിന്ന് കിട്ടി. ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ മദ്രസയിൽ നിന്ന് ഉസ്താദിന്റെ മുമ്പിൽ പഠിക്കുന്ന കുട്ടി, പെങ്ങളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നു, ശരി, നാം അയക്കുന്നു, ശരി, ഉസ്താദ് അവിടെ ഉണ്ട്, ശരി, എല്ലാം ഓക്കെ. പക്ഷേ ആ മദ്രസയിൽ എന്റെയും നിന്റെയും മക്കൾ പോയി പഠിക്കുന്ന മണിക്കൂർ 2 മണിക്കൂറാണ്. ബാക്കി 22 മണിക്കൂർ എവിടെയാണ്? വാപ്പ, കാരണവന്മാരെ, നിങ്ങളുടെ മുമ്പിലല്ലേ, നിങ്ങളുടെ വീട്ടിലല്ലേ? പക്ഷേ മക്കളുടെ നിയന്ത്രണവും മേൽനോട്ടവും നിങ്ങൾക്കുണ്ടാവണേ. അവർ ആരോട്
കൂട്ടുകെട്ടുന്നു. ഏതൊക്കെ കുട്ടികളോട് യുവാക്കളോടുള്ള ചങ്ങാതിപ്പാടുണ്ടെന്നുള്ള ഒരു നിയന്ത്രണം, കൺട്രോള് ഉമ്മ പെങ്ങളെ രക്ഷിതാക്കളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഏതോ ഒരു കുട്ടി കഞ്ചാബിന്റെ അടിമയായിട്ടുണ്ടാകും. അത് പകർന്ന് 4-5ഓളം കുട്ടികൾ അതിന്റെ അടിമകളായി, അല്ലേ? ആയതുകൊണ്ട് സൂക്ഷിക്കേണ്ട വിഷയം നമ്മുടെ മക്കൾ, നമ്മുടെ പിഞ്ചോമന മക്കളെ കുറിച്ച് ഉമ്മ വാപ്പ നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാകും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതു കുട്ടിയും ഇവിടെ ജനിച്ച് വീഴുന്നത് അലൽ ഫിത്ര, വളരെ സംശുദ്ധമായ പ്രകൃതിയിലാണ്. അതേ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള പാകതയിലാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ആ കുട്ടിയുടെ ഉമ്മ വാപ്പ ഈ കുട്ടിയെ ക്രിസ്ത്യാനിസത്തിലേക്കും അതേ ജുദായിസത്തിലേക്കും അതേ ഏതെല്ലാം പാശ്ചാത്യ സംസ്കാരങ്ങളുണ്ടോ അതിലേക്കൊക്കെയും ചേർക്കുന്നത് ഉമ്മ വാപ്പയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പേ വിശ്വഗുരു ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഗുണമില്ല. ഉമ്മ ചോദിക്കും, എങ്ങനെ? ഞാൻ എൻ്റെ ചെറിയ പിഞ്ചോമന കുട്ടിയെ മദ്രസയിൽ അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ പിഞ്ചോമന കുട്ടിയെ, എൻ്റെ പിഞ്ചോമന മകളെ ഞാൻ മദ്രസയിലേക്കും സ്കൂളിലേക്കും അയച്ചിട്ടുണ്ടല്ലോ. പഠിക്കാനും ഉസ്താദിന് വേണ്ടിയുള്ള എല്ലാ ശമ്പളത്തിന്റെ കാര്യം ഒന്തികയൊക്കെയും മാസത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഉമ്മ പോരാ, നിന്റെ കുട്ടി എന്ത് പഠിച്ചു? നിന്റെ കുട്ടി ഭക്ഷണത്തിന്റെ മര്യാദ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ശരി. പക്ഷേ നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് നിന്റെ വീട്ടിലല്ലേ, നിന്റെ മുമ്പിലല്ലേ? നിന്റെ കുട്ടി രാത്രി കിടന്നുറങ്ങുമ്പോൾ അത് പാലിക്കേണ്ട മര്യാദ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടി രാത്രി കിടന്നുറങ്ങാൻ ഒരുങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും നിന്റെ സമീപത്തല്ലേ? പഠിച്ച ആ കുട്ടി പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അതേ ഭക്ഷണം കഴിക്കേണ്ട രൂപം എങ്ങനെയാണ് അതൊക്കെയും പഠിച്ചു. പക്ഷേ നിന്റെ മുമ്പിൽ നീ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ വാപ്പയും ഉമ്മയുമാണ് തെറ്റിലേക്ക് അവരെ ചേർക്കുന്നത്. അല്ലാഹു നമ്മളെയും നമ്മുടെ ഉമ്മ വാപ്പ ഇവിടെ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കൾ എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ ദുനിയാവിലും നാളെ ആഖിറത്തിനും ഉപകാരമുള്ള സന്താനങ്ങളായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലേ? ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദേ ഓൻ സ്വബൈ നിസ്കരിച്ചിട്ടില്ല, ഓൻ ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് ഓതുന്നില്ല. നീ സ്വബൈ നിസ്കരിച്ചിനെ? നീ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതിനെ? ഇല്ല. പിന്നെ നിന്റെ കിടാവ് എങ്ങനെ? നിന്റെ കിടാവ് നിന്നെ അനുകരിക്കുന്നുണ്ട് വാപ്പ, നിന്നെ അനുകരിക്കുന്നുണ്ട് ഉമ്മ. നീ വന്നിട്ട് ഉസ്താദിന്റെ ദൂറ് ചെല്ലണ്ട. ഉസ്താദ് 1.5 മണിക്കൂർ ഏറിപ്പോയാൽ 2 മണിക്കൂർ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നീ വന്നിട്ട് ഉസ്താദെ സ്വബൈ കാണിച്ചിട്ടില്ല, സ്വബൈ നിസ്കരിക്കുന്നില്ല, ഖളാക്ക് നിസ്കരിക്കുന്നത്, ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് ഓതുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ഉസ്താദെ തൈക്കോണു ഇടണു പൊളി. അല്ലേ? എങ്ങനെ? നീ എണിച്ചിട്ട് പോന്ന 10 മണിക്ക് സുബ്ഹാനല്ലാഹ് സൂര്യന്റെ വെയിലടിച്ചിട്ടാണ്, ഒരു കുടപ്പണം തണ്ണി നിന്റെ തലക്ക് വീത്തിട്ടാണ് നീ എഴുന്നേറ്റ് പോകുന്നത് പണിക്ക്. പിന്നെ നിന്റെ കുട്ടിയെ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്?
നീ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയൽ കാണുന്നു, നീ ആ സമയത്ത് മൊബൈലിലൂടെ നെറ്റിലൂടെ സമയം കളയുന്നു. ഉമ്മാപ്പങ്ങളെ, കാരണവന്മാരെ, ഇതാണ് നമ്മുടെ മക്കൾ അനുകരിക്കുന്നത്, ഇതാണ് നമ്മുടെ മക്കൾ സ്വീകരിക്കുന്നത്. ഈ നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും നമ്മുടെ ജീവിതചര്യയിൽ ആ ചുട്ടരിയുന്ന ആ അറേബ്യൻ മരുഭൂമിയിലെ അവിടെ ജോലിയെടുത്ത് ഉയർപ്പുറ്റിച്ച് അതേ പണങ്ങൾ നാട്ടിലേക്ക് കടത്തി നീ നിന്റെ പെൺമക്കൾക്ക് അത് കൊടുത്തു വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു, ഡിഗ്രിക്കും മറ്റും പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ലക്ഷങ്ങൾ ചെലവാക്കി. ചോദിക്കട്ടെ, പഠിപ്പിക്കണ്ടെന്നല്ല പറയുന്നത്. ഭൗതികമായും മതപരമായും നമ്മുടെ മക്കൾ, ആൺമക്കളായാലും ഉയരണം, ഉയർച്ചയിലേക്ക് എത്തണം. പക്ഷേ നമ്മുടെ മക്കൾ പഠിക്കുന്ന അതേ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കുറിച്ചൊരു അന്വേഷണം വേണം. അവർ പോകുന്ന അതേ യാത്രയെ കുറിച്ചും കൂടെ കൂടുന്ന കൂട്ടുകാരെ കുറിച്ചും ഒരു ബോധം വേണം. ഉമ്മ, രക്ഷിതാക്കളെ, പിന്നെ വിരൽ കടിച്ചിട്ട് ഗുണമില്ല. സുബ്ഹാനല്ലാഹ്, ഈ കേരളക്കരയിൽ മാസങ്ങൾക്ക് മുമ്പേ 22 പ്രായമുള്ള ഒരു യുവതി സുബ്ഹാനല്ലാഹ് അന്യമതസ്ഥന്റെ കൂടെ പോയി അല്ലേ? അതെ, കോടതിയിലേക്ക് കേസ് എത്തിയല്ലേ? കോടതിയിലേക്ക് വാപ്പ വന്നോ? കോടതിയുടെ മുമ്പിൽ വരെ അതേ പിഞ്ചോമനെ പോറ്റി വളർത്തിയ മകളെ വാപ്പ വിളിക്കുമ്പോൾ പോറ്റി വളർത്തിയ വാപ്പയെ വേണ്ട, പോറ്റി വളർത്തിയ ഉമ്മയെ വേണ്ട, നൊന്തു പ്രസവിച്ച് അതേ പോറ്റി വളർത്തിയ താലോലിച്ച കാരുണ്യം കാണിച്ച ഉമ്മയെ വേണ്ട, അന്യമതസ്ഥന്റെ കൂടെ പോകുന്നൊരവസ്ഥ വന്നില്ലേ? സൂക്ഷിക്കണേ. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ജാഗ്രതയും നിയന്ത്രണവും മേൽനോട്ടവും അന്വേഷണങ്ങളും ഉമ്മാപ്പങ്ങളെ നമുക്കില്ലെങ്കിൽ നാളെ നമ്മുടെ നന്മയുടെ കാരണം കൊണ്ട് നാം സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ മക്കൾ വന്നുകൊണ്ട് പറയും, ഇല്ല റബ്ബേ, അവർ സ്വർഗത്തിലേക്ക് കടക്കാൻ സമയമായിട്ടില്ല അല്ലാഹ്. ഇവർ ജീവിതകാലത്ത് വേണ്ടതുപോലെ ഞങ്ങളെ സംരക്ഷിച്ചില്ല, മതപരമായിട്ട് സംരക്ഷിച്ചില്ല. ആയതുകൊണ്ട് ഇവരെ ഇവിടെ നിർത്തണം, അന്വേഷിക്കണം. ശക്തമായ ഹിസാബ് തന്നെ സൂക്ഷിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ ദീനിന്റെ ചിട്ടയിൽ വളർത്തി നല്ല നിലക്ക് കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പിന്നെ പറഞ്ഞിട്ട് ഗുണമില്ല, പിന്നെ ഖേദിച്ചിട്ട് ഗുണമില്ല. ഇതിന്റെ ഒക്കെയും പിന്നിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും പ്രവർത്തിക്കുന്നു. സ്നേഹങ്ങളും കാരുണ്യങ്ങളും ഇല്ലാതെ പോകുന്നു. സുബ്ഹാനല്ലാഹ്, കാരുണ്യം, സ്നേഹം എന്നുള്ളത് ഇവിടെ നമുക്ക് മനുഷ്യർക്ക് മാനവികതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ആ സ്നേഹം ധർമ്മത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും നശിക്കുകയാ. കാരുണ്യമാണ്, മനുഷ്യത്വം നമുക്ക് വേണം, മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം. അതല്ലേ 10-15 വർഷം മുമ്പ് മഹാനായ സുൽത്താനുൽ ഉലമ ഒരു കേരള യാത്ര നടത്തി അല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഈ അടുത്ത് നടത്തിയ കേരള യാത്ര അല്ല, 10-15 വർഷം മുമ്പ് ഒരു കേരള യാത്ര നടത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രമേയം? മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ കാന്തപുരത്തിന്റെ കേരള യാത്ര. കേരളത്തിലുള്ള സർവ ജനതയെയും എല്ലാ മതസ്ഥരെയും ഒരു തസ്ബീഹിന്റെ മാലയിൽ കോർത്ത മണികളെ പോലെ ഇവിടെ ഭീകരതയും തീവ്രതയും ഇല്ലാതെ, കോമുവാദങ്ങളില്ലാതെ മതസൗഹാർദ്ദത്തോടുകൂടി കഴിയണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉസ്താദ് അവർകൾ കേരളമൊത്തനീളം യാത്ര നടത്തി. ആ വേദിയിൽ അതേ സ്വാമി വന്നിരുന്നു, പാതിരി വന്നിരുന്നു, പണ്ഡിതനും ഇരുന്നു, സയ്യിദും ഇരുന്നു. ആ സദസ്സുകൾ നിറയെ കേരളത്തിലെ സർവ്വജനങ്ങളും ഒരുമിച്ചുകൂടി.
സൗഹാർദ്ദമാണ്. ആര് പഠിപ്പിച്ച സൗഹാർദ്ദം? മദീനയിൽ നിന്ന് വന്ന മാലിക് ദീനാർ പഠിപ്പിച്ച സൗഹാർദ്ദം, കേരളത്തിൽ ഉണ്ടായ സൗഹാർദ്ദം. ആ സൗഹാർദ്ദം നമുക്ക് മടങ്ങി വന്നാൽ ഇവിടെ ഏത് രാത്രിയും മുസ്ലിയാർക്ക് നടക്കാൻ പറ്റും. ഈ അടുത്ത് കോട്ടാൾ എന്ന സ്ഥലത്ത് ജില്ലാതലത്തിലുള്ള മദ്രസ സമ്മേളനം നടന്നു. അവിടെ വന്യരായ ബേക്കൽ ഉസ്താദ് അവർകൾ ഉദ്ഘാടന പ്രസംഗം നടത്തി. എന്നിട്ട് ഉസ്താദ് അവർകൾ പറഞ്ഞു, സ്നേഹവും കാരുണ്യവും കൃപയും പിരിസവും ഇല്ലാതെയായി പോയി, നഷ്ടപ്പെട്ടു പോയി, ധൈര്യവും നഷ്ടപ്പെട്ടു പോയി. ഉസ്താദ് പറഞ്ഞു, എന്റെ ചെറുപ്പകാലത്ത് പഠിക്കുന്ന കാലത്ത് മുതാല്യമായ സമയത്ത് ഏത് രാത്രിയിലും എനിക്ക് ഈ നാട്ടിലൂടെ നടന്നു പോവാൻ ഒരു ധൈര്യമുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ല, ഒരു നിലക്കുമില്ല. മറ്റുള്ള മതസ്ഥരുടെ വിഷയം ഇരിക്കട്ടെ, അവിടെ ഒരു നിലക്കും ധൈര്യമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സാ, ഖിയാമത്ത് എപ്പോഴാണ് നബിയേ? അപ്പ റസൂലുള്ള പറഞ്ഞു, മോനെ, ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ്സാ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വസ്തത പാഴായി പോയാൽ, ഫന്തളിരിസ്സാ, നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ. ആർക്കും ആരിലും വിശ്വാസം വരുന്നില്ല. മക്കൾക്ക് വാപ്പയിൽ വിശ്വാസമില്ല, ഉമ്മയിൽ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയിൽ വിശ്വാസമില്ല. ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് നാട്ടിലുള്ള ഭാര്യമാരെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതേ നേതാവിനെ കുറിച്ചുള്ള വിശ്വാസം അനുയായികൾക്ക് നഷ്ടപ്പെട്ടു പോയി. അനുയായികളിലുള്ള വിശ്വാസം നേതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു ജമാഅത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക് പരസ്പരം വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കൂടെ കച്ചവടം ചെയ്യുന്നവന് കൂടെയുള്ളവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വിശ്വാസം എന്നുള്ളത് ഇവിടെ പാഴായി പോയാൽ റസൂലുള്ള പറഞ്ഞു, മോനെ, അത് തന്നെയാണ് ഖിയാമത്തിന്റെ അടയാളം. എത്രയാണ് നിന്റെ മക്കൾ ഭൗതികമായ വിദ്യാഭ്യാസം നുകർന്നിട്ട് ഇവിടെ നിനക്കുൽ മിസ്രിയക്കുള്ള അറിവ് വിജ്ഞാനം എത്രയാണ്. സുബ്ഹാനല്ലാഹ്, മസ്അല പെൺമക്കൾക്ക് പഠിക്കാൻ എത്രയുണ്ട്. ഹൈലിന്റെ മസല വേണ്ടതുപോലെ നിനക്കറിയോ? നിഫാസിന്റെ മസല അറിയോ? അത് ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞ രോഗരക്തത്തിന്റെ മസല. ഉമ്മാ പെങ്ങളെ, നിനക്കും നിന്റെ പെൺമക്കൾക്കും എത്ര അറിവുണ്ട്? ഇത് പഠിച്ചിരിക്കൽ നിർബന്ധമായ അറിവുകളല്ലേ? ഇവിടെ മദ്രസകളില്ലേ, ഉസ്താദമാരില്ലേ? ഇവിടുത്തെ വിഷയമല്ല പറയുന്നത്, പൊതുവെയുള്ള വിഷയമാണ് പറയുന്നത്. മദ്രസ പഠിക്കാൻ, അറിവുകൾ നേടാൻ നമ്മുടെ മക്കൾക്കും അതേ യുവതികൾക്കും മനസ്സിന് അതേ മനസ്സില്ലായ്മ വന്നുപോയി എങ്കിൽ നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ ആരാണ്? നഫീസത്തുൽ മിസ്രിയ പല്ലിയേ കാ നക്കിൽ സുഹറ ബിഖ് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി. കുറെ നേരം ഇരിക്കുന്ന മുമ്പിൽ കുറച്ചും കസേല ബാക്കിയുണ്ട്. പിന്നിലുള്ളവർ മുമ്പിൽ വന്നിരുന്നാൽ ആ കസേല ഫുള്ളായാൽ സദസ്സ് പിന്നെയും ഭംഗിയാവും. പിന്നിലുള്ളവർക്ക് സദസ്സിൽ കസേല ബാക്കിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സദസ്സിൽ ഇരിക്കാനും സൗകര്യമാകും. മദീനയിലേക്ക് ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടൊരു സ്വലാത്ത് എല്ലാവരും ചൊല്ലിയിരിക്കുക. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ
وكل مجاهد لله وأهل البدير يا الله صلاة الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله صلاة. മാഷാ അല്ലാഹ്, മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന കസേരയിൽ പിന്നുള്ള ഒരു ഉസ്താമാർ എല്ലാവരും വന്നിട്ടുണ്ടാകും. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് നമ്മുടെ പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് എത്തുമല്ലേ? ഇൻഷാ അല്ലാഹ് എത്തും. എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പുറം നിൽക്കുന്ന എല്ലാവരും, കടയിലും അങ്ങാടികളിലും അനാവശ്യമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഹത്തായ മദീനയിലേക്ക് ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ചൊല്ലിയ സ്വലാത്തുകൾ ആ മദീനയിൽ ലോകത്തുള്ള കോടാനകോടി മുസ്ലിമീങ്ങളുടെ ഹൃദയമാകുന്ന അതേ മാണിക്ക കൊട്ടാരത്തിൽ സ്നേഹം പതിച്ച മദീനയിലെ പച്ചക്കുബ്ബയുടെ താഴ്വരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ, ആ ഫാത്തിമത്തു സഹ്റാന്റെ മകനായ ഹസനുൽ അൻവർ, ആ മഹാന്റെ മകളായ നഫീസ ബീവി, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഈ ചരിതം ബർക്കത്തിന് വേണ്ടിയും കൂടി പറയുന്നു. അതേ മക്കയിൽ ജനിച്ച മഹദിയാണ്. ഉമ്മാ പെങ്ങളെ ഒരു പെമ്പർന്നവളാണ് നഫീസത്തുൽ മിസ്രിയ. മക്കയിൽ ജനിച്ചിട്ട് മദീനയിൽ വളർന്ന മഹദി, ഇൽമിന്റെ കേദാരമായ മദീന, അല്ലാഹുവിന്റെ റസൂല് സ്നേഹിച്ച മദീന, ഇമാം മാലിക് ദാറുൽ ഹിജ്റ 40 വർഷക്കാലം ദർസ് നടത്തിയ മദീന, ആ മദീനയിലേക്കാണ് ഈമാൻ മടങ്ങുന്നത്. ആ മദീനയിൽ നിന്നാണ് ഈമാനിന്റെ വെളിച്ചം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പടർന്നതും പകർന്നതും. അൽഹംദുലില്ലാഹ്, ആ മദീനയിൽ അതേ നഫീസത്തുൽ മിസ്രിയ വളരുന്നു, ഇൽമു പഠിക്കുന്നു. പിന്നെ പോകുന്നു എവിടത്തേക്ക്? മിസ്ർ എന്ന നാട്ടിലേക്കാണ് മഹദി പോകുന്നത്. ധാരാളം ഹദീസ് പഠിച്ചു, ധാരാളം ഖുർആനിന്റെ തഫ്സീറുകൾ പഠിച്ചു, ഇസ്ലാമികമായ മതവിദ്യാഭ്യാസങ്ങൾ വേണ്ടതുപോലെ നുകർന്നു മഹദി. സുബ്ഹാനല്ലാഹ്, ആ മഹദിയുടെ അടുത്തേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നു ഒരു വലിയ മഹാൻ. ചില്ലറ മഹാനല്ല, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. അതേ മിസ്റിലേക്ക് നഫീസത്തുൽ മിസ്രിയന്റെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ പോവുകയാണ്. ചികവരാം ശാഫിഈ ഇമാമി എപ്പോഴും അടുത്തേ ചെയ്തിടിക്കും തേട്ടം ഹാദി സേറയാൽ തരിത്തേ. മഹദി നഫീസത്തുൽ മിസ്രിയ ഒരു മറയുടെ അപ്പുറത്തിരിക്കുന്നു, ഇമാം ഷാഫി വിരിയുടെ ഇപ്പുറത്തിരിക്കുന്നു. ഇമാം ഷാഫിക്ക് മഹദിയെ കാണുന്നില്ല, മഹദിക്ക് ഇമാം ഷാഫിയെ കാണുന്നില്ല. അങ്ങനെ ഹദീസ് നല്ല നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ മഹദി അത്രയും അറിവ് നേടിയവരല്ലേ ഉമ്മാ പെങ്ങളെ.
നിന്റെ കയ്യിൽ എത്ര അറിവുണ്ട്, എത്ര വിദ്യാഭ്യാസം മതപരമായിട്ടുണ്ട്. അറിവിന്റെ കാര്യത്തിൽ, മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നാം പിന്നോക്കമായി പോവരുതേ. മതവിദ്യാഭ്യാസം പെണ്ണുങ്ങളിൽ നിന്നും ആണുങ്ങളിൽ നിന്നും ഇവിടെ ഇല്ലാതെ പോകുമ്പോൾ ധർമ്മം നശിച്ചു പോവുകയാണ്. ഇവിടെ ധർമ്മ അളിയതി ജഗത്തു ഉളിയരി എന്നല്ല പ്രമേയം, സന്ദേശം. മദ്രസാ സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മതപരമായ ഇൽമ, അറിവ് നമ്മുടെ മക്കൾക്ക് വേണ്ടതുപോലെ നാം അത് ഉണ്ടാക്കിയെടുക്കണം, കൊടുക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം പ്രത്യേകിച്ചും നടത്തണം. പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ഏറ്റവും നാശം വരാനുള്ള കാരണങ്ങളെ, അത് കുടുംബത്തിലായാലും മതത്തിന്റെ പേരിലായാലും ഒരു സംഘടനയിലായാലും ഒരു നാട്ടിലായാലും ഇവിടെ നാശവും നഷ്ടവും വരാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഇ ഫിൽ ഖംറി വൽ മൈസിർ. അതേ ശൈത്താനുണ്ടല്ലോ, ശൈത്താനിനെ ശത്രുവായി തന്നെ നാം കണക്കിലെടുക്കണം. അതേ പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞു, ഫത്തഖിദൂഹു അദുവാ, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കണക്കിലെടുക്കണം, കണക്കിൽ കൂട്ടണം. ആ ശൈത്താൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾക്കിടയിൽ ശത്രുതയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പരസ്പരം ശത്രുക്കളാവാൻ അവൻ ഉദ്ദേശിക്കുന്നു. തീർന്നില്ല, പരസ്പരം ദേഷ്യപ്പെടാനും അവൻ ഉദ്ദേശിക്കുന്നു. ഏതിലൂടെ? അതിനവൻ ചാൻസ് എടുക്കുന്നു. ഫിൽ ഖംറി വൽ മൈസിരി, കള്ളിലൂടെ. അത് ഏതായാലും ശരി, മനുഷ്യന്റെ ബുദ്ധിക്ക് മസ്തുണ്ടാക്കുന്ന വസ്തുവിലൂടെ അവൻ ഇവിടെ ശത്രുതയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ ഇവിടെ ദ്വേഷമാണ് ഉദ്ദേശിക്കുന്നത്. വൽ മൈസിരി, അതുപോലെ ചൂതാട്ടത്തിലും അവൻ ഇവിടെ എല്ലാ നഷ്ടങ്ങളും നാശങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലും കുടുംബത്തിലും ഒരു നല്ല പ്രസ്ഥാനത്തിന്റെ ഇടയിലും ഉദ്ദേശിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കള്ളിനെ നാം വർജിക്കണേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയസുദ്ദഖും അൻ ദിക്രില്ലാഹി വ അനിസ്സലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉസ്താദ് അവർകളെ തങ്ങൾ കടന്നു വരികയാണ് നമ്മുടെ വേദിയിലേക്ക്. ബിബറകതി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, തങ്ങളെത്തി. നമ്മുടെ പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവർകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. ആയതുകൊണ്ട് നമ്മുടെ സദസ്സ് എല്ലാവരും ഇനിയും ഭംഗിയാക്കി തരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ നീട്ടുന്നില്ല. പറഞ്ഞു വന്നത്, ശൈത്താൻ ഇവിടെ എല്ലാ നിലക്കും അവൻ നാശവും നഷ്ടവും ഉണ്ടാക്കാൻ ചാൻസ് എടുക്കുന്ന ഒരു കാരണമാണ് കള്ളും ചൂതാട്ടവും. എന്നിട്ട് വയസുദ്ദഖും അൻ ദിക്രില്ലാഹി വ അനിസ്സലാഹ്,
അള്ളാഹുവിന്റെ സ്മരണയെ, അള്ളാഹുവിനിക്ക് സുജൂദ് ചെയ്യലിനെ അവനിവിടെ തടഞ്ഞു വെക്കുകയാണ്. സിക്റിന്റെ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, അതുപോലെ റാത്തീബിന്റെ മജ്ലിസുകള്, സ്വലാത്തിന്റെ മജ്ലിസുകൾ, സിക്റിന്റെ ഹൽഖകൾ, അതിനെ തൊട്ടുകയും തടയുന്നത് അത് ശൈത്താനിന്റെ പ്രചോദനമാണ്. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ കള്ളിൽ നിന്നും ഈ ജൂതാട്ടത്തിൽ നിന്നും ശൈത്താനിനോടുള്ള എല്ലാ സമ്പർക്കത്തിൽ നിന്നും നിങ്ങൾ വിരമിക്കുന്നില്ലേ? സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. സൗഹാർദ്ദത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും യോജിപ്പിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും നമ്മുടെ പണ്ഡിതന്മാർ ഇന്നല്ല പണ്ട് മുതൽക്ക് തന്നെ കഠിന അധ്വാനം നടത്തുകയാണ്. നമ്മുടെ താജുൽ ഉലമാ, നൂറുൽ ഉലമാ, ജീവിച്ചിരിപ്പുള്ള ഇന്നത്തെ സുൽത്താനുൽ ഉലമാ, ഈ ലോകത്തുള്ള സർവ്വസുന്നികളും ആശയത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ തസ്ബീഹിന്റെ മാലയിലുള്ള മണികളെ പോലെ കോർത്ത നിലക്ക് അണിചേരണമെന്ന് ആഗ്രഹിച്ചവരാണ്. നമുക്കറിയാമല്ലോ, ഒരൽപ്പം വർഷങ്ങൾക്ക് മുമ്പേ മംഗലാപുരത്തെ പമ്പയിൽ തഖ്വ പള്ളിയിൽ മഹാനായ താജുൽ ഉലമാ, മഹാൻ ഐക്യത്തിന് ആശിച്ചതും അഭിലാഷിച്ചതും ചെല്ലരയല്ല. അന്നത്തെ ഉദ്ഘാടനം, പള്ളി ഉദ്ഘാടനത്തിന് അതേ കേരളത്തിലെ ശിഹാബ് തങ്ങളെയും അതേ ക്ഷണിക്കാൻ ഉത്തരവിടുകയാണ്. തീർന്നില്ല, അന്നത്തെ മംഗലാപുരത്തെ ഖാളി അതേ കോട്ട ഉസ്താദിനെയും ക്ഷണിക്കാൻ ഉത്തരവിടുന്നു. ആ പള്ളിയിൽ വെച്ച് മഹത്തുക്കൾ, സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ സംഘടനയുടെ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ ഇരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആശയത്തിൽ അടിയുറച്ച ഐക്യം, അസ്തിത്വം പണയം വെക്കാത്ത ഐക്യം ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നും ഇന്നലെയുമല്ല പണ്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ലോകത്തുള്ള പല ജനങ്ങളും ഇതേ മറ്റുള്ള ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ അവാന്തര വിഭാഗങ്ങള് ഇവിടെ അബദ്ധജടിലമായ ആശയങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ ഏതൊക്കെയും രൂപത്തിൽ ഇവിടെ നാടകത്തിലായും കൊണ്ട് ഇവിടെ ചിത്രീകരിക്കുമ്പോൾ